വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. NDAയും ഇന്ത്യ മുന്നണിയും ഏറ്റുമുട്ടുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും ഉത്തരാഖണ്ഡിലെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും നവംബർ 20-നാണ് നടക്കുക. മഹാരാഷ്ട്ര മഹായുദ്ധത്തിനൊരുങ്ങിക്കഴിഞ്ഞു. മഹായുതി മഹാവികാസ് അഘാടി സഖ്യങ്ങൾക്ക് ഇത് അഭിമാന പോരാട്ടം. 148 സീറ്റുകളിലാണ് BJP മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 80 സീറ്റുകളിലും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ NCP 53 സീറ്റുകളിലും മത്സരിക്കും. 103 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന UBT 89 സീറ്റുകളിലേക്കും ശരത് പവാറിന്റെ NCP 87 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ടുണ്ട്. മഹാവികാസ് അഘാടി ബാക്കിയുള്ള 6 സീറ്റുകൾ മറ്റ് സഖ്യകക്ഷികൾക്കാണ് നൽകിയിട്ടുള്ളത്. 51 മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന UBTയും നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഷിൻഡെ തന്റെ രാഷ്ട്രീയ ഗുരുവായ ആനന്ദ് ദിഗ്ഗയുടെ അനന്തരവൻ കേദാർ ദിഗ്ഗയ്ക്കെതിരെ പോരാടുന്നത് കോപ്രി പച്പഖാഡി മണ്ഡലത്തിൽ നിന്ന്. ഉപമുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് അസംബ്ലി സീറ്റിൽ കോൺഗ്രസിന്റെ പ്രഫുല്ല ഗുദ്ദാദയ്ക്കെതിരെ മത്സരിക്കുന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP അധ്യക്ഷനുമായ അജിത് പവാർ അനന്തരവൻ യുഗേന്ദ്ര പവാറിനെതിരെ ബാരാമതിയിൽ. സഗോലി അസംബ്ലി മണ്ഡലത്തിൽ BJPയുടെ അവിനാഷ് ആനന്ദ് റാവുവിനെതിരെ മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ അധ്യക്ഷൻ നാനാ പട്ടോലെ പോരാടുന്നു. ജാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലായി 528 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. JMM കോട്ടയായ ബർഹൈത്തിൽ ഹേമന്ത് സോറൻ BJPയുടെ ഗാംലിയേൽ ഹെംബോമിനെ നേരിടും. JMMന്റെ ബസന്ത് സോറിനെതിരെ BJP സുനിൽ സോറിനെ മത്സരിപ്പിച്ച ദുംകയാണ് മറ്റൊരു പ്രധാന സീറ്റ്. JMMന്റെ നിസാമുദ്ദീൻ അൻസാരിക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി മത്സരിക്കുന്നത് ധൻവാറിലാണ്. ഹേമന്ത് സോറന്റെ ഭാര്യയും JMM സ്ഥാനാർത്ഥിയുമായ കൽപ്പന സോറൻ BJPയുടെ മുനിയ ദേവിയോട് ഗാംഠേയ മണ്ഡലത്തിൽ ഏറ്റുമുട്ടും. ഉത്തർപ്രദേശിലെ 9ഉം പഞ്ചാബിലെ 4ഉം ഉത്തരാഖണ്ഡിലെ കേദാറിലും നിയമസഭാ സീറ്റുകളിലേക്കാണ് 20-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ഡോക്ടർ സന്ദൂഖ് ഹംബാർഡെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ രവീന്ദ്ര ചവാനെ നേരിടും. കഴിഞ്ഞ ഓഗസ്റ്റ് 26-ന് MP ആയിരുന്ന വസന്ത് ചവാന്റെ നിര്യാണത്തെ തുടർന്നാണ് നന്ദേഡ് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് മനു ഭാരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി പങ്കുവെക്കും. മനു, എന്തായാലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ആദ്യം പോയാൽ രണ്ടിടത്തും BJPയും കോൺഗ്രസും തമ്മിലുള്ള അവിടെ മറ്റേ JMMന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ അപ്പോഴും ഇന്ത്യ മുന്നണിയും NDAയും തമ്മിലുള്ള ശക്തമായ പോരാട്ടം തന്നെയുണ്ട്. ഫലം അപ്രവചനീയമാണ്, കാരണം അത്രത്തോളം വലിയ മത്സരമാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ എന്ത് സംഭവിക്കും? അടിയൊഴുക്കുകൾ വളരെ പ്രധാനമാണ്. നേരത്തെ ഏറ്റവും ഒടുവിൽ ശരത് പവാറിന്റെ ചിത്രം ഉപയോഗിക്കുന്നത് വിലക്കിയ കോടതി നടപടികൾ പോലും അവിടെ സംഭവിച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ അവിടെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി മറ്റു പല ഘടകങ്ങളുണ്ട്. ജാർഖണ്ഡിലും സമാനമായി തന്നെയാണ്. അങ്ങനെ പ്രവചിക്കാനാവാത്ത രണ്ട് സംസ്ഥാനങ്ങളല്ലേ പോളിംഗിലേക്ക് നീങ്ങുന്നത്? രഞ്ജിത്ത്, ഈ രണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യം, ഇത് വലിയ അഭിമാന പോരാട്ടം എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയവും സവിശേഷവുമായ കാര്യം. കാരണം മഹാരാഷ്ട്രയിൽ NCPയും അതുപോലെ ശിവസേനയും രണ്ടായി പിളരുകയും BJPക്കൊപ്പം ചേരുകയും ഒക്കെ ചെയ്ത വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ അങ്ങനെ നിൽക്കുന്നു. ഇതിൽ ഏത് വിഭാഗമാണ് ശരി എന്ന ചോദ്യം എല്ലാ ഘട്ടത്തിലും രാഷ്ട്രീയമായി ഉയരുന്നു. അതിന് ഒരു ഉത്തരം എന്ന നിലയിൽ കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണണം. മറ്റൊന്ന്, മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രവചനാതീതമാക്കുന്നതിനൊരു വലിയ ഘടകം അവിടെ നിരവധി വിമതന്മാർ ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ്. വിമതന്മാർ സ്വതന്ത്രന്മാരൊക്കെയായി 7000-ഓളം സ്ഥാനാർത്ഥികളാണ് 288 മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്നത്. ഇവർ ആരുടെയൊക്കെ വോട്ടുകൾ ഏതൊക്കെ തരത്തിൽ ഭിന്നിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് തന്നെ ഇത് ആരുടെ വിജയത്തെയാണ് ബാധിക്കുക എന്നതും അപ്പുറത്തേക്ക് നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ വിമതന്മാരുള്ളത് മഹായുതി സഖ്യത്തിനാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു വലിയ ആശ്വാസത്തിലാണ്. രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എല്ലാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടെ കാണുകയും അതിന് ചുക്കാൻ പിടിക്കാനായി അവിടെ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്നൊരു സംഭവ വികാസം, അവിടെ നമ്മുടെ മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നവനീത് കൗർ റാണ എന്ന ഒരു നടി, അവർ തെലുങ്കിലാണ് ഏറ്റവും കൂടുതൽ സിനിമയൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അവർ അവിടെ മഹാരാഷ്ട്രയിലെ ഒരു സ്വതന്ത്ര MP ആയിരുന്നു. ഇത്തവണ അവർ BJPക്കൊപ്പം ആണ് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പ്രചരണത്തിന് ഖല്ലാറിലെത്തിയപ്പോൾ, അമരാവതി ജില്ലയിലെത്തിയപ്പോൾ അവിടെ അവർക്ക് നേരെ ചില പ്രശ്നങ്ങളുണ്ടായി. കസേര വലിച്ചെറിയുകയും അതുപോലെ ഉള്ള പ്രശ്നങ്ങൾ, അതായത് അല്ലാഹു അക്ബർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആളുകൾ അവരെ അറ്റാക്ക് ചെയ്തു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഏതായാലും അത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മഹാരാഷ്ട്രയിൽ നിൽക്കുന്നു. അതുപോലെ പ്രചരണത്തിനെത്തുന്ന ആളുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു എന്നതാണ് BJP അവിടെ വലിയൊരു വിഷയമായി ഉയർത്തി കാണിക്കുന്നത്. അതേസമയം മഹാവികാസ് അഘാഡിയാകട്ടെ അവരുടെ നേതാക്കളെ തുടർച്ചയായി പരിശോധനകൾക്ക് വിധേയമാക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശരത് പവാറിൻ്റെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. അതിനു മുൻപ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററും ഇതുപോലെ സമാനമായ രീതിയിൽ മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ പരിശോധിച്ചു. ഉദ്ധവ് താക്കറെയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരല്പം ക്ഷുഭിതനായ ആളുകളോട് അവരുടെ പേരും മേൽവിലാസവും അതുപോലെ തസ്തികയും അപ്പോയിൻമെൻറ്റ് ഓർഡറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനങ്ങൾ പരിശോധിക്കാത്തതെന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. പക്ഷേ ഏതായാലും അമിത്ഷായുടെയും അജിത് പവാറിൻ്റെയും ഹെലികോപ്റ്ററുകളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഒരു വലിയ വിഷയമായി മാറുന്നു. മറ്റൊന്ന്, ഈ ബാരാമതിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം പവാർ കുടുംബത്തിൻ്റെ ഒരു സുപ്രധാനമായ കോട്ടയാണ് ഈ ബാരാമതി. അവിടെ യുഗേന്ദർ ജയിക്കുമോ അതോ അജിത് പവാർ ജയിക്കുമോ എന്നത് വലിയ ചോദ്യം. കാരണം യുഗേന്ദറിന് വേണ്ടി പ്രചാരണത്തിന് നേരിട്ട് ശരത് പവാർ ഇറങ്ങുന്നു. കഴിഞ്ഞ ദിവസം ശരത് പവാർ ന്യൂസ് 18-നുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. ശരത് പവാർ വ്യക്തമാക്കിയൊരു കാര്യം, ഇനി താൻ സജീവ രാഷ്ട്രീയത്തിലേക്കില്ല, ഏതായാലും രാജ്യസഭാ അംഗം എന്ന നിലയിൽ അങ്ങനെ തുടരും, ജനസേവന രംഗത്തുണ്ടാകുമെന്നാണ്. പക്ഷേ ബാരാമതിയിൽ അജിത് പവാർ പരാജയപ്പെടും എന്ന് ഉറച്ച് പറയുകയാണ് ശരത് പവാർ. അദ്ദേഹം തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ ബാരാമതിയിൽ എന്ത് സംഭവിക്കും എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ ചോദ്യമാണ്. അതോടൊപ്പം നമ്മൾ ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഹേമന്ത് സോറനും കൽപ്പന സോറനും ഒക്കെ ഈ രണ്ടാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആദ്യഘട്ടത്തിൽ ചമ്പൈ സോറനെ പോലുള്ളവർ തെരഞ്ഞെടുപ്പ് നേരിട്ടു. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഹേമന്ത് സോറൻ, കൽപ്പന സോറനും അവിടെ നേരിടുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ബാബുലാൽ മറാണ്ടിയുടെ വിജയം ഒരു വലിയ പ്രധാന ഘടകമാണ്. ഈ കൊൽഹാൻ മേഖല എന്ന് പറഞ്ഞ് പ്രധാനമായി ഈ ST വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ള ഒരു മേഖലയിൽ അവിടെ ഈ BJP ഒരു കാലത്ത് ശക്തി കേന്ദ്രമായിരുന്നു. അത് പിന്നീട് കഴിഞ്ഞ തവണ അവിടെ JMMന് കുറെ കൂടി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ സാഹചര്യം മാറി അവിടെ വീണ്ടും വരാൻ BJPക്ക് കഴിയുമോ എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നു. ഉത്തർപ്രദേശിൽ 9 സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് സുഖമായി ജയിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. യോഗി ആദിത്യനാഥ് BJPയുടെ ഒരു താരപ്രചാരകനായി മറ്റു മണ്ഡലത്തിലേക്കും പോകുന്ന മറ്റ് 2 സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഉത്തർപ്രദേശിൽ വലിയ തോതിൽ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഗാസിയാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരും ഉറ്റുനോക്കുന്നു. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഒരിടത്ത് മാറ്റിവെച്ചതുപോലെ പഞ്ചാബിലും മാറ്റിവെച്ചിരുന്നു. കേദാർനാഥിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരുന്നു. അവിടെ ഈ കാലാവസ്ഥാ പ്രശ്നമായിരുന്നു തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ ഒരു കാര്യം. മാത്രമല്ല അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുമായി ക്ലബ് ചെയ്തുകൊണ്ട് ഈ കേദാർനാഥിലെ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് അവിടുത്തെ ജില്ലാ ഭരണകൂടം അറിയിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിലാണ് അത് 20-ലേക്ക് നീട്ടിയത്. സിക്കിമിൽ നമുക്കറിയാം നേരത്തെ 2 സ്വതന്ത്ര അവിടെ തെരഞ്ഞെടുപ്പ് ആവശ്യം ഉണ്ടായില്ല. കാരണം എതിരില്ലാതെ സ്ഥാനാർത്ഥികൾ ക്രാന്തി മോർച്ചയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ സിക്കിമിലില്ല. 48 മണ്ഡലങ്ങളിൽ 2 തെരഞ്ഞെടുപ്പ് എതിരില്ലാതെ നടന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ 31 തെരഞ്ഞെടുപ്പ് നടന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പിന്നെ ഒന്ന് പാർലമെന്റ് സീറ്റാണ്. നന്ദേദിൽ പാർലമെന്റ് സീറ്റിലേക്ക് കൂടി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അവിടെയും ഒരു വലിയ പോരാട്ടം നടക്കുന്നു. ഏതായാലും ഇത് ഏക്നാഥ് ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം, അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് മഹാരാഷ്ട്ര അധ്യക്ഷൻ നാനാ പട്ടോളയെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും അഭിമാനകരമായ ഒരു പോരാട്ടത്തിലേക്കാണ് അവർ കടക്കുന്നത് എന്നതാണ് ഇതിനെ ഏറ്റവും ശ്രദ്ധേയം. മനു ഭരതാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും രണ്ട് മുന്നണികൾക്കും ഏറെ നിർണായകമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് സ്പീഡ് വാർത്തയിലേക്ക് ഒന്ന് പോകണം. കൃഷ്ണേന്ദു ചേരും ഇടവേളയ്ക്ക് ശേഷം.